കൂടുതൽ വർത്താനൊന്നും പറയണ്ടേ, എന്നെ കൊണ്ട് പറ്റൂല. അത് പറ്റത്തില്ലാന്നേ. നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ നടക്കാൻ പറ്റൂലെന്നേ. എന്റെ ഇഷ്ടത്തിന് നടക്കാൻ അതും പറ്റൂല, എന്നെ കൊണ്ട് പറ്റൂല പറ്റൂല പറ്റൂല. എന്താ പ്രശ്നം പറ. ഫ്ലോറിൽ വന്നിട്ട് വേറെ അത് ചേട്ടാ, ഇത് എന്റെ ഭർത്താവാ. അതാണ് പ്രശ്നം. അല്ല, ഞാനൊരു പാന്റ് മേടിച്ചിടാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇത് കണ്ടില്ലേ, ചിത്രക്കിളിക്ക് പാന്റ് ഷർട്ട് ഇട്ട പോലെ നിൽക്കുന്നേ. ഭാര്യ സ്നേഹത്തോട് പറയുന്നില്ല, അതൊക്കെ കറക്റ്റാണ്. തനിക്ക് ഒരു പാന്റ് വാങ്ങിച്ചിട്ടൂടെ? ഇത് സ്നേഹം കൊണ്ടൊന്നും പറയണമെന്നല്ല. പിന്നെ 3000 രൂപയുടെ 3 സാരി എടുത്തു കഴിഞ്ഞാൽ 150 രൂപയുടെ ഒരു പാന്റ് ഫ്രീ. ആ സാരി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ നമ്പറാണ് ഇവളീ കാണിക്കണേ. എന്നാലും കുഴപ്പമില്ല, ഭാര്യ പറഞ്ഞല്ലേ മേടിക്കും. അതെ. ആണോ? എന്റെ പൊന്നു മോനെ, ആ 3 സാരി താമെന്ന് കഴുകി കൊടുക്കുവോ? ഞാൻ തന്നെ അത് കഴുകണം. അതിന് വേണ്ടിയിട്ടുള്ള നമ്പറാണിത്. നല്ല ബെസ്റ്റ് ഫാമിലി. അല്ല, നിങ്ങള് ആരാന്ന് മനസ്സിലായില്ല. എന്താ മനസ്സിലായില്ല? ഞാൻ വസ്ത്രാലങ്കാരകൻ. വസ്ത്രാലങ്കോരകൻ. അലങ്കോരകനല്ല, വസ്ത്രാലങ്കാരകൻ. അത് തന്നെ. രണ്ടായാലും മൂപ്പരൊന്ന് തന്നെ. പാവാട ബിജു. പാവാട ബിജു. ഭാര്യ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണോ? മുഖത്തൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാമോ? അതങ്ങനല്ല, ഞാൻ ഹൗസ് വൈഫാണോ എന്ന് ചോദിച്ചതാ. അതെന്തോന്നത്? ഹൗസിൽ ഒരു വൈഫ്, പുറത്തൊരു വൈഫ്. ജോലി വല്ലതും ഉണ്ടോന്ന് ചോദിച്ചാ. അത് മലയാളത്തിൽ ചോദിച്ചാ പോരെ. ഇവള് വിചാരിച്ച സുധായിന്റെ ഷേപ്പ് വരെ മാറ്റിക്കടേ. ഭാര്യ എന്തോ ഗുണ്ടയാ? അതല്ല, ഭയങ്കര ബ്രൂട്ടീഷ്യനല്ലേ? അതെ അതെ, എത്ര മെനകെട്ട മുഖം കിട്ടിയാലും ഞാൻ നല്ല മിടുക്കനാക്കി കൊടുക്കും. എന്നാ പിന്നെ അത് അങ്ങോട്ടൊന്ന് ചെയ്തൂടെ? അതൊന്ന് ശരിയായിക്കൂടെ? അയ്യോ, ഇതെന്റെ മാക്സിമം. ഹലോ, കുറയ്ക്കാം പ്ലീസ് വെയിറ്റ്, ഞാൻ കുറയ്ക്കാം. എന്ത് കുറയ്ക്കാന്നാ പറയുന്നേ? ഒരു ചാനലിന്റെ അവതാരികയ്ക്ക് ഇട്ടിരിക്കണ കോസ്റ്റ്യൂമിന്റെ അളവൊന്ന് കുറയ്ക്കണോന്ന്. ഓക്കെ, നിങ്ങളാണ് ആ ചാനൽ അവതാരികയ്ക്ക് വേണ്ടി? ചാനൽ അവതാരിക്ക് വേണ്ടി ഞാൻ കോസ്റ്റ്യൂം കൊണ്ടുവന്നു, അത് കുറയ്ക്കാം. ഇതൊക്കെ അവർക്ക് വലിയ ഡ്രസ്സാണെന്നേ. കുട്ടികളുടെ പരിപാടിയാണോ? അല്ല, പിന്നെ വലിയ പ്രൊഫഷണൽ റിയാലിറ്റി ഷോ ചെയ്യണം അവതാരികമാർ. ഉടുപ്പ് എത്ര നേരമായെന്നറിയോ വെട്ടിക്കുറ തുടങ്ങിയിട്ട്? പക്ഷേ ഞാൻ അശ്വതി കുറിച്ചല്ല പറഞ്ഞത്. അശ്വതിക്ക് പറ്റിയ ഡ്രസ് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തര സാരി, നല്ല ചുരിദാറുമല്ലേ? അതുണ്ടോ? കയ്യിലുണ്ടോ? ഉണ്ടോ? എന്തൊക്കെ വേണം? സിൽക്കിന്റെ സാരി ഉണ്ടോ? സിൽക്കിന്റെ സാരി ഉണ്ടോ? ഷക്കീലയുടെ ഒരു ഫ്രോക്ക് ഉണ്ട്, വേണോ? ഈ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ശരിക്കും പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. കറക്റ്റ്. അതെ. എന്നെ കണ്ടില്ലേ? ആര് കണ്ടാലും ഒന്ന് നോക്കും. ഒറ്റ പ്രാവശ്യം നോക്കൂ. ആ ഏരിയയിലോട്ട് ആരും വരില്ല. ചേട്ടാ, എന്നെ നോക്കിയേ, എങ്ങനെയുണ്ട്? നിങ്ങളെന്ന് പറയുന്നത് ശരിക്കും ഒരു ഗിഫ്റ്റ് പോലെയാണ്. കേട്ടാടി പറയണേ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കല്യാണത്തിനും മറ്റേ വീട് പാലയച്ചനൊക്കെ ഓരോരുത്തർ ഗിഫ്റ്റ് കൊണ്ടുവരും. അപ്പൊ പൊതിഞ്ഞ് വർണ്ണ കടലാസൊക്കെ കൊണ്ട് അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് ഇങ്ങനെ നമ്മളെ പൊട്ടിക്കാനും ഭയങ്കര രസമാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് പൊളിച്ച് അകത്ത് ചെല്ലുമ്പോഴത്തേനും ഒരു പുല്ലും കാണുന്നില്ല, ഇതുപോലത്തെ ഒരു നിങ്ങൾ എന്താ ഇവിടെ എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? ഞാൻ ഇവിടെ വലിയൊരു വർക്കിന് വേണ്ടിട്ട് വന്ന. ഏത് വർക്കാ? ജോഷി സാറിന്റെ വർക്ക്. ജോഷി സാറിന്റെ വർക്ക്? ജോഷി സാറിന്റെ ഏത് സിനിമ നടക്കുന്നു ഇപ്പൊ? ജോഷി സാറിന്റെ സിനിമയല്ല, ജോഷി സാറിന്റെ നാടകം. ജോഷി സാറിന്റെ നാടകോ? അതേ നാടകം ചെയ്തു തുടങ്ങിയ സിനിമാ സംവിധായകൻ ജോഷി സാറല്ല, പിന്നെ കരകുളം ജോഷി, പ്രശസ്ത നാടക സംവിധായകൻ. ഞാനാണ് എന്റെ മെയിൻ കോസ്റ്റ്യൂമർ. മേക്കപ്പ് ബ്രൂട്ടീഷ്യൻ. രക്ഷപ്പെട്ടു.